ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ ഇതിന്റെ എക്സസൈസ് ചെയ്യാൻ പോവാണ്. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ആദ്യം എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് പഠിക്കണ്ടേ, എന്നിട്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്രസ് 256 as പവർ ഓഫ് 2. 2ന്റെ പവറായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 256നെ എന്തിന്റെ പവറായിട്ട് എഴുതണം? 2ന്റെ. ഞാൻ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 256 എത്ര പ്രാവശ്യം കിട്ടുമെന്ന്. 2 × 2 × 2 × 2 അങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമോ? അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? അതിന് നമ്മൾ ചെയ്യുന്നതാണ് 256നെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്ത് വെച്ചാൽ ചെയ്യുന്നതെന്ന് അറിയാവോ? 2 കൊണ്ട് മാത്രം. കാരണം ഇത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആണോ 256? അതെങ്ങനെ അറിയാം? പഠിച്ചിട്ടുണ്ട്. വൺസിന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും സംഖ്യ വൺസിന്റെ പ്ലേസിൽ വന്നാൽ അതിനെ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പഠിച്ചിട്ടുണ്ട് ഇത് ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾ മനസ്സിൽ ചെയ്ത് പഠിക്കണേ. അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 256നെ ഇതുപോലെ എഴുതി 2 വൺസ് 2, അടുത്ത പ്ലേസ് എടുത്ത് 5 ഇറക്കി എഴുതി 2 × 2 4 കണ്ടോ 1, നെക്സ്റ്റ് പ്ലേസ് ഇറക്കി എഴുതി 16. അപ്പൊ എത്ര 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 128. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചെയ്യാൻ പഠിക്കണേ. ഞാൻ ഇപ്പോഴത്തേക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിന്റെ ബാക്കിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ തന്നെ ഇട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ആദ്യം 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 എടുക്കുക. എത്ര പ്രാവശ്യമുണ്ട് 2ല്? 1. അതൊക്കെ എഴുതി അടുത്ത പ്ലേസ് എടുക്കുക. എത്രയാ? 5. 5ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 2. അതിവിടെ എഴുതി. ബാലൻസ് എത്ര വരും? 2 × 2 4. 2 × 2 4 അല്ലേ? 4 കഴിഞ്ഞ് ബാലൻസ് എത്ര വരുന്നത്? 1 അല്ലേ? ആ 1 ഇവിടോട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 16. എത്ര പ്രാവശ്യമുണ്ട് 16ല്? 8. ശരിയല്ലേ? 128. ഓക്കെ, ഇനി ഇതിനെ ചെയ്യാൻ പോകും. ഇതിനെ നമുക്ക് 2 കൊണ്ട് പറ്റുമല്ലോ. വൺസിന്റെ പ്ലേസിൽ 8 ആണ്. കണ്ടോ? 2 എടുത്തു. ആദ്യത്തെ പ്ലേസ് എടുത്തു 1. പറ്റുമോ? 1ലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത പ്ലേസ് കൂടെ എടുത്തു. എത്രയാ? 12. 2ന്റെ ടേബിളിൽ എത്രയുണ്ട്? 12. 6. തീർന്നില്ലേ? 6 × 12. അടുത്ത 8 എടുത്തു. എത്രയാണ്? 4. കിട്ടിയോ? ഇനി ഇതിനെ ചെയ്യാം. കാരണം വൺസിന്റെ പ്ലേസിൽ 4 ആണ്. എത്ര കൊണ്ട് ചെയ്യുക? 2. ആദ്യം നമ്മൾ ഏതെടുക്കും? 6 എടുക്കും. 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3. കഴിഞ്ഞല്ലോ. 3 × 2 6 ആയി. ഇനി അടുത്ത 4 എടുത്തു. അത് എത്ര പ്രാവശ്യം ഉണ്ട്? 2. കിട്ടിയില്ലേ? ഇതിനെ 2 കൊണ്ട് പറ്റും. വൺസിന്റെ പ്ലേസിൽ 2 ആയതുകൊണ്ട് അല്ലേ? ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത ഇതിനെ പറ്റും 2 കൊണ്ട്. ആദ്യം 3 എടുത്തു. 3 എത്ര പ്രാവശ്യം ഉണ്ട്? 1. 1 × 2 2 ആണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ കേട്ടോ. 2 × 1 2. അപ്പൊ 2 ഇവിടെ ബാലൻസ് എത്രയുണ്ട്? ഇവിടെ 3 ആണ്. ഇവിടെ നമ്മൾ 2 എടുത്തു കഴിഞ്ഞു. ബാലൻസിന് 1. ആ 1 എവിടെ കൂട്ടണം? ഇവിടെ. അപ്പൊ ഇവിടെ എത്രയാകി? 12. എത്ര പ്രാവശ്യം ഉണ്ട് 12ല്? ഇതിനെ നിങ്ങൾക്ക് അറിയാം. 2 ഉണ്ട് 8. ഇതിനെ പറ്റും. സിമ്പിൾ ആയിട്ടുള്ളതാണ്. 2 ലാസ്റ്റ് 1 വരുന്ന വരെ ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ഇവിടെ ഇട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായി? നമ്മുടെ സമയം പോലെ ഇത് കിടന്ന് അപ്പുറത്ത് പോയി ഡിവൈഡ് ചെയ്തോണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം പോകും. ഇത് കണ്ടാൽ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്തതെന്ന് ഒന്നുകൂടെ വീഡിയോ കണ്ടു നോക്കി. ഞാൻ 2 പ്രാവശ്യം പറയണ്ടല്ലോ. ആദ്യം എത്രയാണ്? 2 എടുത്തു. അതിൽ 1. അടുത്ത പ്ലേസ് എടുത്തു. 5ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 2 × 2 4 ആണ്. അപ്പൊ ഇവിടെ 2 എഴുതി. 4 ഉണ്ട്. 5ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 1. ആ 1 എവിടെ കൂട്ടണം? ഇവിടെ. അപ്പൊ എത്ര കിട്ടണം? 16. 7 എന്നല്ല, 1 ഇവിടെ എഴുതി 16 ആക്കണം. 16ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8. അങ്ങനെ അങ്ങനെ താഴെ വരെ ചെയ്തു കൊള്ളണം കേട്ടോ. ഒത്തിരി നേരം പറഞ്ഞ വീഡിയോ വലുതായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാതെ. ഇവിടെ എത്ര 2 ഉണ്ട്? 1 2 3 4 1 2 3 4 5 6 7 8. 8 എണ്ണം ഉണ്ട്. 2 4 6 ഇല്ലേ? അപ്പൊ എത്ര എണ്ണം എഴുതാം? 2 8 എണ്ണം ഉണ്ട്. 2⁸8. കണ്ടോ? നമ്മൾ അതിന്റെ ഫോമിൽ എഴുതിയേക്കുന്നേ പവർ ഓഫ് 2 ആയിട്ട് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തന്നെ ചെയ്യണം. ഇത് കണ്ടിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഡിവിഷൻ ഒന്ന് തന്നെ പഠിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നാണ്? വിച്ച് ഈസ് ഗ്രേറ്റർ? 2⁵3 ആണോ 3⁵2 ആണോ ഗ്രേറ്റർ? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഒറ്റയടിക്ക് എഴുതി വെക്കല്ലോ കേട്ടോ. ഇവിടെ ബേസ് 3 ആണല്ലോ, അതല്ലേ വരുന്നത്. നമുക്ക് അത് നോക്കാമെന്ന്. അങ്ങനെ എഴുതരുത്. നമ്മൾ ചെയ്ത് നോക്കണം. 2⁵3 എന്ന് പറഞ്ഞാൽ 2 × 2 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. എത്രയാ? 2 × 4. 2 × 2 4. 4 × 2 8.
ഇനി 3/2 ചെയ്ത് നോക്കാം. 3/2 വേറൊരു പറയുന്ന 3² അല്ലേ? 3 2 പ്രാവശ്യം. 3 × 3 9. അപ്പൊ അത് തന്നെ വലുത് 9 ആണ് വലുത് അല്ലേ? അപ്പൊ 9 ആണ് ഗ്രേറ്റർ ദാൻ 8 ആണല്ലോ. അപ്പം 9ന്റെ സംഖ്യ ഏതായിരുന്നു? 3/2 ഗ്രേറ്റർ ദാൻ 2/3. എളുപ്പല്ലേ? എളുപ്പം. അപ്പം എല്ലാരും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം എങ്ങനെ എളുപ്പമാണോ മനസ്സിലായോ എന്നൊക്കെ കേട്ടോ മക്കളെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ചാനൽ. ഓക്കെ, താങ്ക് യു.